കോട്ടൂളിക്കെതിരായ അച്ചടക്ക നടപടിയിൽ പാർട്ടിക്കെതിരെ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നടത്തുന്ന കടന്നാക്രമണങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് സിപിഎം. നുണപ്രചാരണത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പാർട്ടിയിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുമാണ് ശ്രമം നടക്കുന്നത്. പാർട്ടി നടപടികൾക്ക് വിധേയരാവുന്നവർക്ക് പാർട്ടി ശത്രുക്കളും മാധ്യമങ്ങളും വീരപരിവേഷം നൽകുന്നുവെന്നും സിപിഎം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ജില്ലാ കമ്മിറ്റിയുടെ പത്രക്കുറിപ്പാണ് പുറത്തിറങ്ങിയത്. എന്തെല്ലാമാണ് വിവരങ്ങൾ? പ്രമോദ് കോട്ടയിലെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള വിമർശനങ്ങൾ പുറത്തുവരുന്നു. ഈ ഏകപക്ഷീയമായ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചതെന്ന് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പാർട്ടി കൂടുതൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പാർട്ടിക്കെതിരെ ഒരു കൂട്ടം മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നടത്തുന്ന കടന്നാക്രമണങ്ങളെ ചെറുത്ത് തോൽപ്പിക്കും എന്നാണ് സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. നുണപ്രചാരണത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പാർട്ടിയിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങളാണ് പാർട്ടിയും പാർട്ടി ശത്രുക്കളും മാധ്യമങ്ങളും നടത്തുന്നത്. അത് വിലപ്പോകാൻ പോകുന്നില്ല. ഏതെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് നടപടിക്ക് വിധേയരാവുന്ന ആളുകൾക്ക് വീരപരിവേഷം നൽകി ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിനുള്ള ശ്രമങ്ങൾ പാർട്ടി ശത്രുക്കളും മാധ്യമങ്ങളും പണ്ടേ സ്വീകരിക്കുന്നതാണ്. പക്ഷെ അതും വിലപ്പോകാൻ കഴിയില്ല. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ എളമരം കരീമിനും മുഹമ്മദ് റിയാസിനും പാർട്ടി ജില്ലാ നേതൃത്വത്തിനും എല്ലാം എതിരായി നീചമായ പ്രചാരണം നടക്കുന്നു. മന്ത്രി റിയാസിന്റെ കോല കത്തിക്കാനടക്കം ചിലർ മുന്നോട്ട് വരുന്നതിന്റെ ദുഷ്ടരാക്ക് ജനങ്ങൾ തിരിച്ചറിയണമെന്നും പറയുന്നു. ഒപ്പം ഈ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി സഖാക്കൾക്കെതിരെ സ്വീകരിക്കേണ്ട അച്ചടക്ക നടപടി തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗം കൂടിയാണ് എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ശ്രുതി, പ്രമോദ് കോട്ടൂളിക്കെതിരായ അച്ചടക്ക നടപടി ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരമാണ് എന്നാണ് സിപിഎം പറയുന്നത്. അത്തരം ആളുകൾക്ക് മാധ്യമങ്ങൾ വീരപരിവേഷം നൽകുന്നുവെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാർ, കോഴിക്കോട് നിന്ന്.